നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാളികേരത്തെ കുറിച്ചാണ്. നാളികേരം സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നാളികേരത്തെ കുറിച്ച് എന്താ ഇത്ര കൂടുതൽ പറയാനെന്ന് എല്ലാവരും ഓർക്കും. ആയുർവേദത്തില് നാളികേരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്നും ആയുർവേദത്തിൽ നാളികേരത്തെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്നും നോക്കാം. നാളികേര വെള്ളത്തിനെ പറ്റിയിട്ട് ആയുർവേദത്തില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നാളികേര വെള്ളത്തിന്റെ ഉപയോഗങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫലമജ്ജത്തിനെ കുറിച്ച്, ആ വെള്ള പോഷനെ കുറിച്ചിട്ടും ആയുർവേദത്തിൽ ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. നാളികേരത്തിന്റെ എണ്ണ, വെളിച്ചെണ്ണയുടെ ഉപയോഗങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നാളികേരത്തിന്റെ ചിരട്ടയുടെ എണ്ണ ആന്റി ഫംഗൽ ആയിട്ട് ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട്. ഈ നാളികേരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ആയുർവേദ പ്രകാരം നാളികേരത്തിന്റെ ചകിരി, അതുപോലെ തന്നെ നാളികേരത്തിന്റെ ചിരട്ട, നാളികേരത്തിന്റെ വെള്ളം, നാളികേരത്തിന്റെ പൂക്കുല, ഇതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇനി ആയുർവേദ പ്രകാരം നാളികേരത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. വാതപിത്ത ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളിലും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തടി കൂട്ടാനും വേണ്ടിയിട്ട്, അതായത് നറിഷിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് മരുന്ന് പ്രിപ്പറേഷൻസിൽ നാളികേരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കേരതൈലം എന്ന് പറഞ്ഞു കിട്ടുന്നതെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള തൈലങ്ങളാണ്. അതുപോലെ തന്നെ നാളികേര കണ്ടം, നാളികേര ലവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ നമുക്ക് കിട്ടും. അപ്പം ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങൾക്ക് നാളികേരം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് നോക്കാം. ഇതില് നാളികേരത്തിന്റെ പൂങ്കുല, അതിന്റെ ഇൻഡിക്കേഷൻ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെ അസുഖത്തിന് ഉപയോഗിക്കാന്ന് നോക്കാം. വയറിളക്കം, രക്തം പോകുന്ന പോലത്തെ വയറിളക്കത്തില് തെങ്ങും പൂക്കുല ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. വയറ്റിലുണ്ടാവുന്ന ഗുൽമം കണ്ടീഷനില്, അതുപോലെ തന്നെ പനിയില്, അതുപോലെ തന്നെ പുകച്ചില്, അതായത് ബേണിംഗ് സെൻസേഷൻ ഉള്ള അസുഖങ്ങളിലെല്ലാം തെങ്ങിൻ പൂക്കുല ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങിൻ പൂക്കുല വെച്ചിട്ടുള്ള ലേഹ്യമൊക്കെ നമ്മൾ പ്രസവശേഷം കൊടുക്കാറുണ്ട്. പിന്നെ നാളികേര വെള്ളത്തിന്റെ ഉപയോഗമാണ് പറയുന്നത്. നാളികേര വെള്ളം മൂത്രക്കടച്ചിൽ, UTI പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദാഹം ശമിപ്പിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നാളികേര വെള്ളം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാളികേര വെള്ളം ക്ഷീണമുള്ള ആൾക്കാർക്ക്, പ്രഗ്നന്റ് ആയ ആൾക്കാർക്ക്, ചെറിയ കുട്ടികൾക്ക്, എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് ക്ഷീണിച്ച ആൾക്കാർക്ക്, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇളനീരിന്റെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അത് കുറച്ച് തടി കൂട്ടാനും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനും, അതുപോലെ ശരീരത്തിന് ഒരു റിഫ്രഷ്മെന്റ് തരാനും ഒക്കെ കഴിവുള്ളതായതുകൊണ്ട് തന്നെ ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം ഇളനീരിന്റെ വെള്ളം കുടിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാല് വിണ്ട് പൊട്ടുന്ന കണ്ടീഷനില് നാളികേരത്തിന്റെ ചിരട്ട ചൂടാക്കിയിട്ടുള്ള ഒരു ഓയില് അത് അപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പൊട്ടലൊക്കെ ഉള്ള സമയത്ത് തേങ്ങയുടെ ഉള്ളില് അരി നിറച്ചിട്ട് അത് നമ്മള് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞെടുത്ത് അത് ആ ആ നാളികേരത്തിന്റെ ഉള്ളിലുള്ള സാധനം എടുത്തിട്ട് കാല് പട്ടി കഴിഞ്ഞാൽ ഈ വിള്ളല് മാറും എന്നൊക്കെ ആയുർവേദം പറയുന്നുണ്ട്.